ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലെയിൻ കുർത്തിയുടെ നെക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഇന്നിവിടെ കാണിക്കുന്നത്. സാധാരണ മെഷീനിൽ തന്നെ തയ്ച്ചെടുക്കാവുന്ന, വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 10 ഇഞ്ച് ലെങ്ത്തിലും 9 ഇഞ്ച് വിഡ്ത്തിലുമുള്ള ഒരു ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഇനി അതിൽ ആ ക്യാൻവാസിൽ നമുക്ക് ആവശ്യമുള്ള കുർത്തിക്ക് ആവശ്യമായ നെക്ക് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ഇവിടെ 3 ഇഞ്ച് വിഡ്ത്തിലും 5 ഇഞ്ച് ലെങ്ത്തിലുമുള്ള നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത്, എല്ലാവിടെയും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കൊരു ഇതിന് ചുറ്റും ഒരു റൗണ്ടായിട്ട് വരച്ചെടുക്കാം. ഇനി അതിൻ്റെ അടിഭാഗത്ത് സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് വീതം ഇതുപോലെ ഓരോ 1/2 ഇഞ്ചിലും ഒരു 4 മാർക്കിങ് കൊടുക്കണം. അതിനുശേഷം സെൻറ്ററിൽ നിന്ന് 1 ഇഞ്ച് വ്യത്യാസത്തിൽ ചരിച്ച് ആദ്യം തന്നെ 2.5 ഇഞ്ച് ഇങ്ങനെ അടിയിൽ താഴോട്ട് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. മുകളിൽ 1/2 ഇഞ്ചും താഴെ വരുമ്പോൾ അത് 1 ഇഞ്ചും ആയിട്ട് വ്യത്യാസം വരും. അപ്പം ഇങ്ങനെ ചരിച്ച് ആണ് നമ്മൾ ലൈൻ വരച്ച് വരക്കുന്നത്. ആദ്യം നമുക്ക് 2.5 ഇഞ്ചിലാണ് ലെങ്ത്തിൽ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുന്നത്. ഇനി വീണ്ടും അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അടുത്ത 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഈ 1 ഇഞ്ച് ടച്ച് ചെയ്ത് 4 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുക്കുന്നു. ഇതേപോലെ വരച്ചെടുക്കണം. ഇനി വീണ്ടും ആ ലൈനിൽ നിന്ന് 1 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് അതിലേക്ക് അടുത്ത 1/2 ഇഞ്ചിൽ നിന്ന് 2.5 ഇഞ്ച് അളന്നിട്ട് ആ 2 പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി 4ാമത്തെ പോയിന്റിൽ നിന്ന് ഓരോ ലൈൻ തമ്മിൽ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വേണം. മുകളിൽ 1/2 ഇഞ്ചും വ്യത്യാസം വേണം. ഇത് നമുക്ക് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ലൈനായിട്ട് എടുക്കാം. ഇവിടെ ഇതും കൂടി വരച്ചതിന് ശേഷം നമുക്ക് ക്യാൻവാസ് നിർത്തിയിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഇതുപോലെ തന്നെ വരച്ചെടുക്കണം. ഞാൻ 2 സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സെൻറ്ററിൽ 4 ഇഞ്ച് ലെങ്ത്തിൽ നേരെ നമുക്ക് വരച്ചെടുക്കാം. ഇനിയിപ്പോൾ എല്ലാവിടെയും വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ ഉൾഭാഗം ക്യാൻവാസ് മടക്കിയിട്ട് നെക്കിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുർത്തിയുടെ ഫ്രണ്ട് സൈഡ് എടുത്ത് അതിൻ്റെ മോശം വശം മുകളിലേക്ക് ആക്കി വെച്ച് സെൻറ്റർ മാർക്ക് ചെയ്ത് ആ സെൻറ്ററിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ സെൻറ്ററും കൂടി ചേർത്ത് വെച്ച് കൃത്യമായിട്ട് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ്, ഗോൾഡൻ കളറിലുള്ള സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ബോബിനിലും അതേ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ നമ്മൾ വരച്ചിട്ടുള്ള ലൈൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി മുകളിൽ നിന്നുള്ള പോയിൻ്റ് കറക്റ്റാക്കിയിട്ട് ആ പോയിന്റിൽ നിന്ന് ആ വരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് 4 സ്റ്റിച്ചാണ് വേണ്ടത്. ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൂചി കുത്തി നിർത്തി നേരെ തിരിച്ച് ഇങ്ങോട്ടൊന്നുകൂടി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഒരു പ്രാവശ്യം കൂടി ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ 4 സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അറ്റത്തെത്തിയിട്ട് ഫുഡ് പ്രഷർ പതുക്കെ പൊക്കി നൂല് കുറച്ച് വലിച്ചിട്ടതിന് ശേഷം നമ്മൾ അടുത്ത ലൈനിൻ്റെ മുകളിലത്തുള്ള പോയിന്റിലേക്ക് സൂചി കുത്തി പിടിച്ചിട്ട് വേണം നമ്മൾ
അടുത്ത ലൈൻ അടിക്കാനായിട്ട്. ഇതേപോലെ കറക്റ്റ് ആ പോയിന്റിൽ വെച്ച് നിർത്തണം. അതിനുശേഷം ഫുൾ പ്രഷർ പൊക്കി പതുക്കെ വലിച്ചിട്ട് അടുത്ത ലൈനിലെ പോയിന്റിൽ വെച്ചിട്ട് അടുത്ത ലൈനിൽ അടിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ലൈനും ഇതേപോലെ തന്നെ 4 സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് കഴുത്തിന് ചുറ്റുമുള്ള ആ റൗണ്ട് അടിച്ചെടുക്കാനായിട്ട്. റൗണ്ട് അടിച്ചെടുക്കുമ്പോഴും 4 സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നെക്ക് അടിക്കുന്നത് പോലെ, കുർത്തിക്ക് അടിക്കുന്നത് പോലെ നമ്മുടെ നെക്ക് വരച്ച് വെച്ച അളവിൽ തന്നെ നമുക്ക് ക്യാൻവാസ് വെച്ച് നെക്ക് അടിക്കാവുന്നതാണ്. ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോ ലൈനിൻ്റെയും അറ്റത്ത് ബീഡ്സ് തുന്നി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ഇതുപോലെയുള്ളൊരു പൂവിൻ്റെ മാതൃകയിലുള്ളൊരു വാങ്ങിയിട്ടുണ്ട്. പാക്കറ്റിന് 10 രൂപയേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ഗമ്മും വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എന്ന് നോക്കാം. ഓരോ ലൈനിൻ്റെ അറ്റത്തും 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. നേരെ 4 ഇഞ്ച് വ്യത്യാസത്തിൽ നേരെ ഒരെണ്ണം, 2 സൈഡിലും ഒരെണ്ണം. ഇതിനു വേണ്ടി അല്പം ഗമ്മ് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇത് ഇവിടെ ഓരോന്നും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം. ഒരുപാട് ഗമ്മ് വെക്കരുത്, അപ്പോൾ പുറത്തേക്ക് വരും. ഇതുപോലെ 2 സൈഡിലും വെച്ച് കൊടുക്കണം. ഓരോ ലൈനിൻ്റെ അറ്റത്തും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ലൈനിൻ്റെയും അറ്റത്ത് നമ്മൾ ഇതുപോലെ തന്നെ 3 എണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ്. അധികം ചിലവൊന്നുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.